ഒന്നുകൂടെ സാക്ഷ്യം പറയണം. വൈകുന്നേരം ഞാൻ അവിടെ മീറ്റിങ്ങിന് വന്നു. അപ്പൊ ബ്രദർ ചോദിച്ചു, കാലത്തെ സൗഖ്യം കിട്ടിയ സഹോദരി ഇവിടെ വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതുപോലെ മുകളിലായിരുന്നു അന്ന് എനിക്ക് സീറ്റ് കിട്ടി, ബാൽക്കണിയിൽ. എന്നിട്ട് എന്നെ കർത്താവ് അത്രത്തോളം നടന്ന് എനിക്ക് കയറാം. കാരണം വെച്ചാൽ ഒരു മുറിയിൽ നിന്ന് ബാത്റൂമിലേക്ക് ഒരു സ്വല്പം ഇങ്ങനെ നടന്നപ്പോഴേക്കും കാലിന് നീരും വേദനയായിട്ട് വന്ന് എനിക്ക് ബാൽക്കണിയോ അന്ന് വൈകുന്നേരത്തെ മീറ്റിങ്ങിന് ബാൽക്കണിയിൽ ബെൽറ്റ് ഇല്ലാണ്ട് കയറാൻ കർത്താവിനെ അനുഗ്രഹിച്ചു. ഓപ്പറേഷൻ ഒന്നും വേണ്ടി വന്നില്ല. കാരണം വളരെ പ്രയാസമായിരുന്നു. കാരണം എനിക്ക് ഇപ്പോൾ എങ്ങനെ ഉണ്ട്? ഇപ്പൊ ഒരു വേദന ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ഇപ്പൊ എത്ര നാളായി സൗഖ്യം കിട്ടിയിട്ട്? എന്നായിരുന്നു? നവംബർ മാസത്തില്, കഴിഞ്ഞ നവംബർ മാസം എന്ന് പറഞ്ഞാൽ ഇപ്പം 1/2 വർഷത്തിന് മുകളിലായി. ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യമായിട്ടിരുന്നു. ഹല്ലേലൂയ. ബ്രദറാണോ മദ്യപിക്കുമായിരുന്നു പറഞ്ഞു? എന്റെ സൗഖ്യം കണ്ടപ്പോ ബ്രദർ യേശുവിനെ പൂർണ്ണമായി വിശ്വസിച്ച് ഇന്ന് യേശുവിന് വേണ്ടി ഒരു മിനിറ്റ് യേശുവിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കണം. ബ്രദറിന്റെ മദ്യപാനമൊക്കെ മാറി അന്നത്തോടുകൂടി പൂർണ്ണമായി. അന്ന് വൈകുന്നേരത്തെ മീറ്റിങ്ങിന് ബ്രദറ് ചിലര് ചോദിക്കുന്ന ഈ അത്ഭുതം അടയാളമൊക്കെ എന്തിനാ? വചനം പറഞ്ഞാ പോരെ? അത്ഭുതം അടയാളം നടക്കുന്നിടത്തായി ഈ വചനം വെളിപ്പെടുന്നു. ഒത്തിരി വചനം പറഞ്ഞിട്ട് മദ്യപാനി തിരിച്ചു മദ്യപാനം കൊണ്ട് പോകുമ്പോൾ സഹോദരിയിൽ വചനം ക്രിയ ചെയ്യുന്ന കണ്ടപ്പോൾ ആങ്ങള മദ്യപാനം നിർത്തി. ആ സഹോദരൻ ഇവിടെ ഉണ്ടോ? വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരിയുടെ വിടുതലാണോ സഹോദരന്റെ മദ്യപാനം മാറ്റി? തീർച്ചയായിട്ടും. അന്ന് ഇതുപോലെ ബാക്കിൽ മൂവാറ്റുപുഴ ഞാൻ ഇരിക്കുമ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇത്രയും പേര് പിടിച്ചു, ഇവര് പൈസ കൊടുത്ത് ഏൽപ്പിക്കണ പരിപാടി ഇതൊക്കെ. അപ്പൊ ഇത് പൈസ കൊടുത്ത ആളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുകയാണോ? സാക്ഷ്യം ഞാൻ അന്ന് വിശ്വസിച്ച അങ്ങനെയാ. ഞാൻ ഏറ്റവും ബാക്കിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞു, ഇവര് പൈസ കൊടുത്തിട്ട് ഈ കൈവപ്പിക്കണ ഏർപ്പാടാ, ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, അനേകർ വിശ്വാസത്തിൽ ഓടിക്കേറി സാക്ഷ്യം കിട്ടിയവർ ഇവിടെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, കർത്താവ് അങ്ങനെയാണെങ്കിൽ എന്റെ പെങ്ങടെ കാല് ഞാൻ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് അവൾക്ക് സുഖമാവണം, ഞാൻ നിന്നെ വിശ്വസിക്കാം. അന്ന് കർത്താവ് അവളെ വിടിയിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായി. അന്ന് ഞാൻ കർത്താവിന് വേണ്ടി ഓടുന്ന, ഇപ്പോഴും കർത്താവിന് വേണ്ടി ഓടാൻ ഏത് അറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്. I believe in miracles. എനിക്ക് അത്ഭുതം ഭയങ്കര വിശ്വാസമാ. വീണ്ടും അത്ഭുതം അടയാളം നടക്കുന്ന കാണാൻ ഞാൻ കൊതിക്കുന്നു. എനിക്കത് ചെയ്യണം. എന്റെ സഹോദരങ്ങൾ എല്ലാവരും അത് ചെയ്യണം. സകല പാസ്റ്റർമാരും ചെയ്യണം, സകല അച്ഛന്മാരും ചെയ്യണം, സകല തിരുമേനിമാരും ബിഷപ്പന്മാരും എല്ലാം കൈവച്ച രോഗികൾ സൗഖ്യമാകണം. ലോകമൊക്കെ ഉണർവുണ്ടാകണം. യേശുവിന്റെ അത്ഭുതം ലോകം മുഴുവൻ നടക്കട്ടെ. കരമടിച്ച് എല്ലാ പള്ളികളിലും എല്ലാ ആരാധനാലയങ്ങളിലും ജീവിക്കുന്ന കർത്താവ് വെളിപ്പെടട്ടെ. ആമേൻ. സ്തോത്രം. സഹോദര, അപ്പോൾ ഈ സഹോദരിയുടെ അത്ഭുത സൗഖ്യമാ ആങ്ങളെ വിശ്വാസത്തിലേക്ക് നടത്തിയത്. തീർച്ചയായിട്ടും എന്റെ കുടുംബം വരെ വിടുതൽ പ്രാപിച്ചു. അതില് ഞങ്ങളുടെ തകർന്ന കുടുംബമായിരുന്നു, മദ്യപാനം മൂലം തകർന്ന കുടുംബം. എന്റെ വൈഫ് നിൽക്കണ എന്റെ മദറിലോയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കുടുംബമായി സ്നാനമേറ്റു. ഈ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇന്നിപ്പോ ഞാൻ അനേകരോട്, ഏറ്റവും കൂടുതൽ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും അതിനു വേണ്ടി സമയം കണ്ടെത്തും. ഓരോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകിട്ട് വന്നാൽ തന്നെ അനേകം വീടുകളിൽ പോയി സുവിശേഷം അറിയിക്കുക. ഇതിനുവേണ്ടി ഞാൻ ഓടി കെയർ സെല്ല് നടത്തും. കെയർ സെല്ല് ഇപ്പം നടത്തുക. യോഗം നടത്തുന്ന സുവിശേഷകനായി മാറി. പലർക്കും ഒരു വിചാരമുണ്ട്, ഈ സുവിശേഷം അറിയിക്കുന്നവരൊക്കെ ഉദരപൂർണത്തിന് നടക്കുക. നോ, പൈസയ്ക്ക് നടക്കുക അല്ല. അദ്ദേഹം ഒരു നല്ല ജോലി ചെയ്യുന്നയാളാ. ഈ വിടുതൽ കണ്ടപ്പം തന്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പോയി പറയുക, കൂട്ടുകാരോടൊക്കെ പോയി പറയുക. പറയാതിരിക്കാൻ ഒക്കില്ല. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിൽ വെള്ളം കണ്ടെത്തി ഒരുവൻ വിളിച്ചു പറയണമെന്ന, വരിക, ഞാൻ വെള്ളം കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാ വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്ന ആ ഒരു ഉപമയോടുകയാ. ഈ യേശുവിനെ കണ്ടെത്തിയവർ, ഈ ജീവജലം കണ്ടെത്തിയവർ വിളിച്ചു പറയട്ടെ, വരിക, ഞങ്ങളുടെ വിടുതൽ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ചേർന്ന് കർത്താവിനെ ശ്രദ്ധിക്കാം. സിസ്റ്റർ കണ്ണുനീരോടെയാണല്ലോ നിൽക്കുന്നത്. എന്താ സന്തോഷം കൊണ്ടാ ബ്രദറെ? എന്റെ കുടുംബത്തെ വിടുവിച്ചു. എന്റെ മൂത്ത മോൻ, എന്റെ പപ്പ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ പേടിയായിരുന്നു. പപ്പയെ കാണുമ്പോൾ മദ്യപിച്ച് വരുന്നതായിരുന്നു. ഇപ്പൊ യേശുവിലായി കഴിഞ്ഞപ്പോ എന്റെ ഭർത്താവ് വീട്ടിൽ കയറി വരുമ്പോ 3 കുഞ്ഞുങ്ങൾ ഓടും എന്റെ പപ്പയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ കുടുംബത്തില്.
രാജേന്ദ്ര മൈതാനിയിൽ വെച്ചിട്ട് എനിക്കൊരു സൗഖ്യം കിട്ടിയായിരുന്നു. എന്റെ 3ാമത്തെ ഡെലിവറിക്ക് ശേഷം എനിക്ക് യൂറിൻ കൺട്രോൾ അല്ലായിരുന്നു. അന്ന് അവിടെ ആരാധനയ്ക്ക് വന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് യൂറിൻ കൺട്രോൾ ആവാതെ പോയിക്കൊണ്ടിരിക്കുകയത്. അതിനുശേഷം മീറ്റിംഗിന്റെ അവസാന സമയത്ത് രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുടെ സമയത്ത് തങ്കു ബ്രദർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ രോഗമുള്ള സൈഡിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ അടിവയറ്റിൽ കൈവച്ചിട്ട് യേശുവേ എന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ യേശുവേ എന്ന് വിളിച്ച സമയത്ത് ഒരു നല്ല ബലമുള്ള കരം എന്റെ കൈയുടെ മേളിൽ വന്ന് അമർത്തുന്ന ഫീലിംഗ് എനിക്കുണ്ടായി. ഈ പ്രശ്നം തുടങ്ങിയിട്ട് എത്ര നാളായി? 8 മാസത്തോളം. 3ാമത്തെ മകന്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് അസുഖം ഉണ്ടായിരുന്നു. യൂറിൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഡെലിവറിയെ തുടർന്നാണോ സംഭവിച്ചത്? അതെ, ഡെലിവറിയെ തുടർന്ന്. ഇവിടെ വരുമ്പോഴോ പ്രയാസം ഉണ്ടായിരുന്നു? ഇവിടെ വന്ന് പാട്ടുപാടി ആദ്യത്തെ ആരാധനയുടെ സമയത്ത് ഞാൻ തുള്ളി ചാടിയപ്പോഴും എന്റെ കാലിൽ കൂടി യൂറിൻ പോയിക്കൊണ്ടിരിക്കുകയത്. അപ്പോൾ യേശുവേ എന്ന് വിളിച്ച് വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ വലതുകരം എന്റെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഒരു അതിശക്തമായ ഒരു ബലമുള്ള കരം എന്റെ വയറ്റിൽ തൊടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്റെ വയറിനെ അമർത്തുന്നതായിട്ട് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ 5 മിനിറ്റോളം അവിടെ നിന്ന് ചാടി നോക്കി. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് അസുഖം ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എത്ര നാളാ കഷ്ടത അനുഭവിച്ചു? 8 മാസം. 8 മാസം. 2ാമത്തെ കുഞ്ഞുണ്ടായ ശേഷം, 3ാമത്തെ കുഞ്ഞുണ്ടായ ശേഷം ആ കഷ്ടത ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് ഓപ്പറേഷൻ ആയിരുന്നോ? അല്ല, 3 നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ യൂറിൻ കൺട്രോൾ ഇല്ലാതെ പോവുകയായിരുന്നു. വളരെ വിഷമിച്ചു. എനിക്കൊന്ന് ഭാരമുള്ള ഒരു സാധനം എടുക്കാനോ കുനിയാനോ ഒന്നിങ്ങനെ ചാടാനോ സാധിക്കത്തില്ല. അന്ന് കൈവച്ചപ്പോൾ ബലമുള്ളൊരു കരം വന്നു. കൈയുടെ മേളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ യേശുവേ, എന്റെ ഹൃദയത്തിലൊന്ന് വരണമേ. ഈ എന്നെ പീഡിപ്പിക്കൊണ്ടിരിക്കുന്ന സകല പൈശാചി ബന്ധങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. നമുക്കിപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. ഈ നിമിഷം തന്നെ നാം കേട്ട വചനം കർത്താവ് ഉറപ്പിക്കാൻ പോവുക. എങ്ങനെ? രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട്. നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ നിങ്ങളുടെ കരം ആ രോഗമുള്ള ഭാഗത്ത് വെച്ച് യേശുവേ എന്നിന്ന് വിളിക്കുമ്പോൾ അത്ഭുതം നടക്കും. മുഴകൾ അപ്രത്യക്ഷമാകും, കുരുട്ട് കണ്ണുകൾ തുറക്കും, ചെകിട്ട് കാതുകൾ തുറക്കും. അത്ഭുതം നടക്കാൻ പോവുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച അത്ഭുത സൗഖ്യങ്ങൾ, വിടുതലുകൾക്കായി സ്തോത്രം. ദൈവരാജ്യത്തിന്റെ ശക്തിയെക്കുറിച്ച് കേൾപ്പിച്ചതിനായി നന്ദി. ഇപ്പോൾ ഈ പ്രാർത്ഥന നടക്കുമ്പോൾ കർത്താവെ, ലക്ഷക്കണക്കിന് പേർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ ഭവനങ്ങളിൽ ദൈവശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങണമേ. യേശുവിന്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. വീൽ ചെയറുകളിലിരിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചിട്ട് അവരുടെ തളർന്ന അവയവങ്ങൾ ശക്തമായി തീരട്ടെ. മദ്യപാന കെട്ടുകൾ പൊട്ടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ആത്മഹത്യാ വാസനകൾ വിട്ടുമാറട്ടെ. പൈശാചിക ബന്ധനങ്ങൾ, ദുഷ്ടരാജാവിന്റെ രാജ്യശക്തികൾ വിട്ടുമാറി നിന്റെ മക്കൾ പൂർണ്ണ വിടുതലും അനുഗ്രഹവും പ്രാപിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, വിടുവിച്ചതിനായി നന്ദി. അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. അനുഗ്രഹിക്കുക കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് കർത്താവ് അത്ഭുത വിടുതൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച വിടുതലുകൾ ഞങ്ങളെ ഒന്ന് എഴുതി അറിയിക്കണം. ഫോൺ കോൾ ചെയ്യണം. ഈ നമ്പറുകളിൽ ഏത് സമയത്തും പ്രാർത്ഥനയ്ക്കായിട്ട് ബന്ധപ്പെടാം. വീണ്ടും ഓർപ്പിക്കട്ടെ, കോട്ടയത്ത് ഉപവാസ പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പങ്കെടുക്കാം. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.